ബൈക്കുകൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെയൊക്കെ ഒരു സ്ട്രോങ് കമ്പാനിയൻ ആണല്ലേ. ഏതൊരു റൈഡ് പോയാലും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ബൈക്കുകൾ. അപ്പം പല ബൈക്കുകളും ചിലത് മസ്കുലർ ആയിരിക്കും, ചിലത് പെർഫോമൻസ് ഓറിയൻ്റ് ആയിരിക്കും, ചിലത് ഭയങ്കര സ്പീഡി ബൈക്സ് ആയിരിക്കും. അപ്പോൾ ആസ് എ ലേഡി റൈഡർ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് പെർഫോമൻസിലും ലുക്കിലും ഹാൻഡ്ലിങ്ങിലും ഒക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ടും ഭയങ്കര കൂളായിട്ട് കൊണ്ടു നടക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ബൈക്കാണ് റോയൽ എൻഫീൽഡിൻ്റെ സ്റ്റാമ്പ് 440. ഈ ഒരു ബൈക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇതിൻ്റെ കംഫർട്ടും ഹാൻഡ്ലിങ്ങും പെർഫോമൻസും എല്ലാം ഒരു ഫാക്ടർ തന്നെയാണ്. നമ്മളെന്തായാലും ഈ ഒരു വെഹിക്കിൾ വെച്ചിട്ട് ചെറിയൊരു റൈഡ് ഇന്ന് ചെയ്യുന്നുണ്ട്. അപ്പം ആദ്യം ഞാൻ ഈ നമ്മുടെ കൊച്ചിയിലൊക്കെ ഒന്ന് ചെറിയൊരു സിറ്റി റൈഡിലും എല്ലാം കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റി റൈഡിൽ നമുക്ക് ഇതിൽ കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ ലോ ആൻഡ് ടോർക്കാണ്. അതുകൊണ്ട് തന്നെ അധികം ഗിയർ ഷിഫ്റ്റിംഗ് വരുന്നില്ല. അതേപോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഹാൻഡ്ലിംഗ് ഒക്കെ ആണെങ്കിലും വളരെ ലൈറ്റാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഒരു ടൈറ്റ് ട്രാഫിക്കിൽ പോലും നമുക്ക് വളരെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. പിന്നെ സഡൻ ആയിട്ടുള്ള റെസ്പോൺസ് പറയേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് ഈ 440 ഓടിക്കുമ്പോൾ ശരിക്കും ലെസ് സ്ട്രെസ്സും ലെസ് എഫേർട്ടും മോർ കൺട്രോളും ആണ് ഓവറോൾ ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ ഒരു റൈഡിങ് പോസ്റ്റർ ആണെങ്കിലും സീറ്റ് ഹൈറ്റ് ആണെങ്കിലും വളരെ കോൺഫിഡൻറ്റും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിക്കാണ് വന്നിട്ടുള്ളത്. ഓവറോൾ റൈഡ് ചെയ്യുമ്പോഴും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എസ്പെഷ്യലി യൂ ടേണിലാണെങ്കിലും ട്രാഫിക്കിലും ഒക്കെ ആണെങ്കിലും സ്മൂത്ത് ആയിട്ട് ഏറ്റവും സപ്പോർട്ടീവ് ആയിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം നമ്മുടെ ഇന്ത്യൻ റോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺപ്രഡിക്റ്റബിൾ ആണ്. പെട്ടെന്ന് ചെറിയ നാരോ റോഡ്സ് വരും, അല്ലെങ്കിൽ കുറച്ചൊരു ഹില്ലി ടെറൈൻ വരും, മൾട്ടിപ്പിൾ ടെറൈൻസ് ഉള്ളൊരു രാജ്യമാണല്ലോ നമ്മുടെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഏതൊരു ടെറൈനും ആപ്റ്റ് ആയിട്ടുള്ളൊരു വെഹിക്കിളാണിത്. എസ്പെഷ്യലി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ഓഫ് റോഡ് കയറി വന്നേ ഉള്ളൂ. ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 mm ആണ്. അതേപോലെ വളരെ സപ്പോർട്ടീവ് ആയ വിധമുള്ള സസ്പെൻഷൻ സെറ്റപ്പുമാണ് ഈ ഒരു വെഹിക്കിളിന് പുറത്ത്. നമുക്ക് വളരെ അത്യാവശ്യം ഓഫ് റോഡ് ആണെങ്കിലും വളരെ ഫാസ്റ്റ് ആയിട്ട് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി പറ്റും. ഇനി ഈ ഒരു ഫ്രെയിമിൽ ഈ ഒരു ബൈക്കിൻ്റെ ലുക്ക് ഒന്ന് നോക്കിയാൽ ഭയങ്കര കോമ്പാക്റ്റ് ആണ്, എന്നാൽ അത്യാവശ്യം മസ്കുലർ ലുക്കും ഉണ്ട്. ഇപ്പോൾ എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഇത്രയും നേരം റൈഡ് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ ഒരു സീറ്റിംഗ് കംഫർട്ടും ഹാൻഡ്ലിങ്ങും ആണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയാം കേട്ടോ. കാരണം ഒരനക്കമില്ല, ഭയങ്കര കാമായിട്ട് എത്ര കിലോമീറ്റർ വേണമെങ്കിലും കംഫർട്ടബിളായിട്ട് റൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം എൻ്റെ ഒരു ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 160 cm ആണ്. എൻ്റെ ഒരു ഹൈറ്റ് വെച്ചിട്ടും എനിക്ക് ഈ ഒരു ഹാൻഡ്ലിങ് വളരെ സപ്പോർട്ടീവായിട്ട് തോന്നി. അതേപോലെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ ഒരു വൈബ്രൻറ്റ് കളർ ഇപ്പം 3 കളേഴ്സ് കോംബോയിലാണ്. ഇപ്പോൾ ബ്ലൂ വൈറ്റ് റെഡ് കോംബോയിലാണ് കാണുന്നത്. നമുക്കൊരു യുണീക്ക് ഐഡൻറ്റിറ്റിയിൽ കൊണ്ടു നടക്കാൻ വേണ്ടി പറ്റുന്ന ഒരു വെഹിക്കിളൂടെയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇങ്ങനത്തെയുള്ള ഓഫ് റോഡ് റോഡ്സ് ഓടിച്ച് വന്നപ്പോഴത്തേക്കും ഉള്ളൊരു ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടി പർപ്പസ് സ്റ്റേഴ്സ് ആണ്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ബോത്ത് സിറ്റി അല്ലെങ്കിൽ ഒരു ഹൈ റേഞ്ച് ഏതൊരു ടൈപ്പ് ഓഫ് കണ്ടീഷനിലും നമുക്ക് കൊണ്ടു നടക്കാൻ വേണ്ടി പറ്റുന്ന മൾട്ടി പർപ്പസ് സ്റ്റേഴ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ സ്വിച്ചബിൾ ABSഉം ഈ ഒരു ബൈക്കിൻ്റെ പുറത്തുനിന്ന് കിട്ടുന്നുമുണ്ട്. ശരിക്കും ഈ ഒരു സ്റ്റാമ്പ് 440യുടെ കോമ്പറ്റീറ്റേഴ്സിനെ അറിയാമല്ലോ. ഇപ്പം ട്രയംഫിൻ്റെ 440X ഉണ്ട്, അതേപോലെ SD സ്റ്റാംബ്ലർ ഉണ്ട്, പിന്നെ ഹീറോ എക്സ്പൾസ് 200 ഉണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഒരു പടി മുന്നിലാണല്ലേ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ വാഹനങ്ങൾ. അതിനൊക്കെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് റിലയബിലിറ്റി, സർവീസ് നെറ്റ്വർക്ക്, പിന്നെ അത്യാവശ്യം ഗുഡ് പ്രൈസിങ്, പിന്നെ ഓടിക്കാനുള്ള കംഫർട്ട്. എനിക്ക് എൻ്റെ പേഴ്സണൽ ചോയ്സ് ഈ ഒരു ബൈക്സിനേക്കാളും ഒക്കെ ബെറ്റർ ഒരു കോൺഫിഡൻസും കംഫർട്ടും കിട്ടുന്ന ഒരു മോഡലാണ് റോയൽ എൻഫീൽഡിൻ്റെ വാഹനങ്ങൾ. പ്രത്യേകിച്ച് ഈ ഒരു കാറ്റഗറി ഓഫ് വെഹിക്കിൾസ് ഒക്കെ ഇപ്പോൾ എസ്പെഷ്യലി സ്ക്രാമ്പിൾ ടൈപ്പ് ബൈക്സ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഏരിയയിലെത്തി. നല്ല നേച്ചറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളൊരു സ്പേസ് അല്ലേ. അതും നമ്മുടെ ഈ ഒരു സ്റ്റാമ്പ് 440 കൂടെ ഉള്ളൊരു ആംബിയൻസ് നോക്കി ഭയങ്കര രസമായിട്ടില്ലേ. അപ്പം എങ്ങനെ വേണേലും ഏതൊരു ടെറൈനിലും ഏതൊരു സ്പേസിൽ വേണമെങ്കിലും നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഒരു സുഹൃത്തിനെ പോലെ കൊണ്ടു നടക്കാൻ വേണ്ടി പറ്റുന്നൊരു മോഡലാണ് കേട്ടോ ഇത്. പ്രത്യേകിച്ച് എനിക്ക് പേഴ്സണലി ഇച്ചിരി അപ്രൈറ്റ് ഹാൻഡിൽ ബാർ പൊസിഷനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ ഭയങ്കര മാനേജബിൾ ആയിട്ടുള്ള സീറ്റിംഗ് പൊസിഷനും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസിങ് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു 2.2 lakhs to 2.3 lakh ഇൻ ബിറ്റ്വീൻ എക്സ്ഷോറൂം പ്രൈസിലാണ് ഈ ഒരു വെഹിക്കിളിൻ്റെ പ്രൈസിങ് ഒക്കെ വരുന്നത്. അപ്പം എന്തായാലും എനിക്ക് വളരെയധികം കോൺഫിഡൻസ് ആണ് ഈ ഒരു വെഹിക്കിൾ തരുന്നത്. ശരിക്കും സ്റ്റാമ്പ് 440 ഇറ്റ്സ് നോട്ട് എ മോട്ടോർ സൈക്കിൾ, ഇറ്റ്സ് എ റിലയബിൾ കമ്പാനിയൻ.